ജാസ്മിൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ ഇറങ്ങിയിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഡിഷ് വാഷ് സോപ്പില്ലേ, ലിക്വിഡ് സോപ്പ്, അതുണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കിറ്റ് വാങ്ങിക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ വാങ്ങിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ കാരിത്താസ് ഹോസ്പിറ്റലിനൊക്കെ അടുത്തുള്ള ഒരു നേഴ്സറി, ചൈതന്യ എന്ന് പേരുള്ള നേഴ്സറിയിൽ നിന്നാണ്. അപ്പം നമ്മുടെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഭാഗം ഇതുപോലെ സൗണ്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഭാഗം നമ്മൾ അതിനകത്തിരുന്ന് സംസാരിക്കുന്നതൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള സംസാരമായിരിക്കും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളത് എന്നോർത്തിട്ട് ഞാൻ അവിടെ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സൗണ്ടിനൊക്കെ ചെറിയ വേരിയേഷൻ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഞാൻ ഓവർലേ ചെയ്ത് കൊടുക്കുന്ന വീഡിയോ ആണോ അതോ ഇതേപോലുള്ള ഒറിജിനലായ സംസാരത്തിൻ്റെ സ്വരമാണോ ശബ്ദമാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ രണ്ട് രീതിയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് ആ വീഡിയോകൾക്ക് ഇനി ശബ്ദം കൊടുക്കുന്നതിന് വ്യത്യാസം. നമ്മുടെ കൃഷിത്തോട്ടത്തിൽ ആന്തൂറിയം ഇല്ലാത്ത എന്തുകൊണ്ടാണ്? അയ്യോ, ഞാൻ നേരത്തെ ഒത്തിരി കാലം ആന്തൂറിയം വളർത്തിക്കൊണ്ടിരുന്ന കേട്ടോ. പിന്നെ ആന്തൂറിയം നശിച്ചതിനോടുകൂടി പിന്നെ ഞാൻ അതിന് നോക്കിയില്ല എന്നുള്ളതാണ്. അന്ന് നമ്മൾ ആ മീൻവളത്തൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആ ഒരു സമയത്ത് ഇഷ്ടംപോലെ ആന്തൂറിയം ഉണ്ടായിരുന്നു കേട്ടോ. പല വെറൈറ്റി ഒക്കെ നടന്ന് മേടിക്കുമായിരുന്നു. അത് ആ തുടക്കത്തിന്റെ സമയത്ത് നമുക്കേ വളർത്തുന്നതിനെ കുറിച്ചുള്ള ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ കുറെ എണ്ണമൊക്കെ വെറുതെ മണ്ണിനകത്ത് കൊണ്ടുവന്ന് വെച്ചു ആദ്യം. അപ്പൊ ആന്തൂറിയം അങ്ങനെയല്ല എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പൊ ഈ യൂട്യൂബ് ഒക്കെ ഉള്ളപ്പോഴല്ലേ, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞു തരുമ്പോഴാണ്. നമുക്ക് നേഴ്സറിക്കാർ പറഞ്ഞു തന്നാലും വിശ്വാസം ഇല്ലല്ലോ. ഞാൻ പോപ്പുലർകാരുടെ കൂടെ പഠിച്ചു. എന്റെ പുറകിൽ നിന്ന് മാറണല്ലേ, ഓടാൻ പറ്റും. ഓട്ടം തീരെ കുറവ്. പുതിയതായിട്ട് പഠിക്കുന്ന ആരുവാ. ഓട്ടോ ചേട്ടനാണ് അതിനെ. സമയം എത്രയായി? സമയം 3:45. അവരൊരു 5 മണി വരെയൊക്കെ അവിടെ കാണും. ചൈതന്യയില് പക്ഷെ ഈ വളർത്തുമീന് പക്ഷെ ഭയങ്കര വിലക്കുള്ള. അവരുടെ സാധനം എല്ലാം വിലക്കുള്ള. അതേ ഒരു സമയത്ത് ഈ നമ്മുടെ BJP ഗവൺമെന്റ് ആണ് എനിക്ക് തോന്നുന്നു, BJP ഗവൺമെന്റ് ആണോ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ആണോ വന്നപ്പം ഈ ഇങ്ങനത്തെ ഇവർ ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ട്രസ്റ്റിന് കൊടുക്കുന്ന എന്താ അലവൻസോ അതാണ്ട് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോ ഇവരുടെ സാധനത്തിനെല്ലാം വില കൂടി. അതുവരെ ശരിക്കും പറഞ്ഞാൽ ഞാൻ തൃശ്ശൂര് പോയി വാങ്ങിക്കുന്ന സാധനത്തിന്റെ അതേ വില ഇവിടെ കിട്ടും. ചിലപ്പോഴാണെങ്കിൽ അതിൽ കുറച്ച് കിട്ടാറുണ്ടായിരുന്നേ. അപ്പൊ എനിക്ക് ഇവരോട് മേടിക്കുന്ന വലിയ താല്പര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഭയങ്കര വിലയാണ്. അതുപോലെ അമ്മ ഇപ്പൊ ഒരു ചെടിയും മറ്റേ ഈ മൺചട്ടിക്ക് അത് നടാറില്ലല്ലോ. ഇപ്പൊ നടുന്നില്ല, കാരണം മൺചട്ടിക്കും ഭയങ്കര വിലയാണ്. കോസ്റ്റ് എഫക്റ്റീവ് ആയതുകൊണ്ടാണ് പ്ലാസ്റ്റിക് കിട്ടിയത്. പ്ലാസ്റ്റിക് അതിന് വില കുറവാണ്. ഒരിടയ്ക്ക് നമ്മൾ ഇവിടെ ഈ കരിമ്പിൻ ജ്യൂസ് കടയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മേടിക്കും. അയ്യോ, ഇന്നാള് കരിമ്പിൻ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തൊണ്ടവേദന വന്നു. ആയിരിക്കാം, കുഞ്ചുക്കൂട്ടൻ പറഞ്ഞു അവനും ഇതുപോലെ തൊണ്ടവേദന ഉണ്ടായി എന്ന് പറഞ്ഞാണ്ട് ഇനി ഞാൻ കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നില്ല, നിർത്തി. അത് കരിമ്പിൻ ജ്യൂസിന്റെ അല്ല, തണുപ്പിന്റെ. എന്തുകൊണ്ടാണ്? നേരത്തെ ഞാൻ ഇതൊക്കെ മേടിച്ച് കുടിക്കുന്നതായിരുന്നു ഇഷ്ടം പോലെ. കരിമ്പും ഒക്കെ വിഷം അടിച്ചൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്ന. ആർക്കും നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ പണിയൊക്കെ ഉണ്ടോ? നമ്മുടെ കോട്ടയം മന്ത്രി ആണ് ശരിക്കും പറഞ്ഞ. ബിൽഡിംഗ് ഒക്കെ വരുന്നു, ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ ഈ ഗേറ്റ്, ഈ ഫ്രണ്ടിലത്തെ ആർച്ച് വന്നിട്ടും അധികം ആയില്ല. ഇത് ഈ ഇടയ്ക്കുള്ളതാണ്. ആർച്ച് മാത്രമല്ല, ഒത്തിരി ഒത്തിരി വ്യത്യാസം, ഒത്തിരി ഡെവലപ്മെന്റ് വന്നു. ഇതിന്റെ ഫ്രണ്ടിൽ വലിയ ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഈ അടുത്ത് വന്നു. ഇതൊക്കെ അതെ, ഈ ബിൽഡിംഗ് നേരെ അധികം നേരം ആയിട്ടില്ല. ഇത് ഇല്ലായിരുന്നു നേരത്തെ. ഇവിടെ ഒരു ഇവിടെ നമ്മളിത് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇതുണ്ട്. ഇവിടെ എല്ലാം വലിയ വലിയ ബിൽഡിങ്ങുകൾ വരുവാ. കോട്ടയം അങ്ങ് സെറ്റ് ആകുവാ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മന്ത്രിയുടെ ബെനിഫിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ആയിരിക്കും. നമുക്ക് അതിനെ പറ്റി ഒന്നും വലിയ. മെഡിക്കൽ കോളേജ് ഇപ്പൊ ലെഫ്റ്റിലല്ലേ? മെഡിക്കൽ കോളേജ് പിള്ളേര് പഠിക്കുന്നിടം ചേർന്ന് അവിടെ. നേരത്തെ ഇവിടെ ആയിരുന്നു, ഇത് മാറ്റി. ഇവിടെ എല്ലാം ബിൽഡിങ്ങിന്റെ സാധനം വരുവാന്ന് തോന്നുന്നു. വൻ സെറ്റപ്പിലാ പരിപാടി. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഈ മെഡിക്കൽ കോളേജുകാർ എടുത്തിട്ടു അതെല്ലാം. അതേസമയം ഇന്നത്തെ കാലത്താണ് ഇത്രയും വില കൊടുത്ത് മേടിക്കാനും പറ്റത്തില്ല. ഇതെല്ലാം ആളുകളുടെ വീടും ഓരോ സ്ഥാപനങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ അവർക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല, കൊടുക്കാനും പറ്റത്തില്ല. ഇപ്പൊ ഈ ICHന്റെ അവിടം വരെയുള്ള സ്ഥലത്തെ, എന്റെ ദൈവമേ, നീ പോരുവാ. ICHന്റെ സ്ഥലം വരെ ഉള്ളിടത്തെ അവിടം വരെ ഉള്ള ഡെവലപ്മെന്റ് വരുവാന്ന് തോന്നുന്നു. നമ്മളെ ഇത് എങ്ങോട്ടാ പോകുന്നത്?
നമ്മൾ ചൈതന്യ പോവല്ലേ? ചൈതന്യയുടെ വഴി തെറ്റിപ്പോയി നമ്മള്. അത് കുഴപ്പമില്ല, നേരെ കയറി റൈറ്റ് അടിച്ചാൽ മതി. അതിപ്പോ ഇവിടെ റൈറ്റ് തിരിയണ ആംബുലൻസ് വന്നില്ലേ ആ സമയത്ത്, അപ്പൊ ലെഫ്റ്റ് അടിച്ചല്ലേ. നമ്മളാണ്ട് വർത്താനം പറഞ്ഞോണ്ടിരുന്നു. അങ്ങനെ നമ്മൾ ഓടി കാരിത്താസിന്റെ ഫ്രണ്ടിലെത്തി. ഇനി ഇവിടുന്ന് റൈറ്റ് അടിച്ചാൽ നമുക്ക് ചൈതന്യയിലോട്ട് ചെല്ലാം. ഇവിടെ ഒരു തിരക്കുള്ള ഒരു സ്ഥലമാണ്. അതെ, കാരിത്താല ചൈതന്യം എത്തി. ഇവിടെ നേരെ കാണുന്ന ആർച്ചിന്റെ റൈറ്റാ അല്ലേ? ഇനി ആ റൈറ്റ് കാണുന്ന സാധനം അവിടെയും തിരിയണേ ഭയങ്കര പാടാ. ഭയങ്കര തിരക്കുള്ള വഴിയായത് കാരണം. തിരക്കെന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് വണ്ടികളെല്ലാം അവിടെ വരുന്നത്. ശരിയാ. ഓ, ഈ പള്ളിയുടെ ഈ സ്റ്റെപ്പ് ഒരു അടിപൊളി കാണാനല്ലേ. കിടില. ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റൂല്ലേ? നമ്മൾ ചൈതന്യയിലെത്തി. ചൈതന്യയിൽ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. ചെടിയുടെ വിലയൊക്കെ എങ്ങനെയാ ഇവിടെ? ചെടിയല്ല ഇപ്പം ഭയങ്കര വിലയാണ്. പക്ഷെ കാണാൻ അടിപൊളിയാണ്. ചേക്കുന്നൊക്കെ ഗാർഡനർ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഇതിനാ ഈ KSS അറിയാമോ? KSS. ചൈതന്യയിലെത്തി വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം സോപ്പിന്റെ കിറ്റ് വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ആ വരുന്ന വഴിയിൽ രണ്ട് സൈഡിലും കണ്ടോ ചെടികൾ നിൽക്കുന്ന കണ്ടോ? യുജീനിയും അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള മാവും തെങ്ങും എല്ലാ സാധനങ്ങളും തന്നെയുണ്ട്. എനിക്ക് പറ്റുന്നത്ര ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പം ഞാൻ സോപ്പിൻ്റെ കിറ്റ് തരുന്നത് ഈ നേഴ്സറിയുടെ ഒരറ്റത്തുള്ള ഒരു കണ്ടോ ഒരു ചെറിയ ബിൽഡിങ് പോലെ കണ്ടോ, അവിടെയാണ് ഈ സോപ്പിൻ്റെ കിറ്റൊക്കെ അവർ വിൽക്കുന്നത്. നമ്മൾ ഈ സോപ്പിൻ്റെ കിറ്റ് ഞാൻ ഇപ്പം വാങ്ങിക്കുന്ന ഈ പ്രാവശ്യം വാങ്ങിച്ചത് 300 രൂപയ്ക്കാണ്. 300 രൂപയാണെന്ന് തോന്നുന്നത്. ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് 300 കൂടുതൽ, അല്ലെങ്കിൽ 300 ആണെന്ന് എനിക്കൊരു ഓർമ്മ കുറവാണ് ഇപ്പം. അപ്പം ആ വിലയ്ക്കാണ് ഞാനിത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്തു നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറയുമായിരുന്നു, അവിടെ വെച്ച് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, നിങ്ങൾക്കും ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഈ കൂണിൻ്റെ വിത്തുകളും ഇവിടെ തന്നെ കിട്ടും കേട്ടോ. പക്ഷേ ചില സമയത്തേ ഇവിടെ വരത്തുള്ളൂ. അതുപോലെ നമ്മൾ ഈ ഡിഷ് വാഷിൻ്റെ കിറ്റ് ഉണ്ടാക്കുമ്പം പച്ച നിറത്തിലുള്ള ലിക്വിഡ് ഉണ്ടാക്കാനും അതുപോലെ മഞ്ഞ നിറത്തിലും ചുവപ്പ് നിറത്തിലും ഉണ്ട് കേട്ടോ. എനിക്കിപ്പോഴും പച്ചയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുമ്പം കാണാൻ ഇഷ്ടം. അങ്ങനെ ഞാൻ ആ സാധനമൊക്കെ വാങ്ങിച്ച് നേഴ്സറി കൂടെ ജസ്റ്റ് ഒന്ന് കയറിപ്പോയി. ഈ നിൽക്കുന്നത് മിൽക്ക് ഫ്രൂട്ടാണേ. നമ്മുടെ വീട്ടിലിപ്പോൾ പൂവിട്ട് നിൽക്കുവാണ്. ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം എല്ലാ ഫലവൃക്ഷ തൈകളും ഇവിടെ കിട്ടും. അതുപോലെ ചെറിയൊരു മീൻ കുഞ്ഞുങ്ങളെയൊക്കെ വിൽക്കുന്ന ഒരു അക്വേറിയവും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളാ കണ്ടത് അരോണ എന്ന് പറയുന്ന മീനാണെന്നാണ് എൻ്റെ മകൻ എന്നോട് പറഞ്ഞു തന്നത്. അപ്പോൾ അതിൻ്റെ നേരെ എതിർവശത്തായിട്ടാണ് ഈ പൂച്ചെടികളൊക്കെ വയ്ക്കുന്നത്. പച്ചക്കറി ചെടികളും ഉണ്ട് ഇവിടെ കേട്ടോ. പൂച്ചെടികളെന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി ഉണ്ട്. ഇച്ചിരി നല്ല വിലയാണെന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം മറ്റെല്ലായിടത്തും കാണാൻ കിട്ടുന്നതിലും കൂടുതലും അധികം വെറൈറ്റികളെ ഇവിടെ കാണാനുണ്ട്. അപ്പം നമ്മുടെ കണ്ണെപ്പോഴും പോകുന്നത് പച്ചക്കറി തൈകൾ ഇരിക്കുന്ന സ്ഥലത്തേക്കായിരിക്കുമല്ലോ. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ഏതായാലും 2 തൈകൾ വാങ്ങിച്ചുകൊണ്ട് പോകാം എന്നോർത്ത് ഈ പടവലത്തിൻ്റെ തൈയും പാവലിൻ്റെ തൈയും തപ്പി. പിന്നെ നോക്കിയപ്പോൾ ഇരിക്കുന്നത് പയറൊക്കെയാണേ. പയർ നമ്മളിവിടെ പാകി കിളിപ്പിക്കുന്നതാണല്ലോ, അപ്പോൾ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഇവിടുന്ന് എടുത്തതെന്ന് പറയുന്നത് 2 പടവലത്തിൻ്റെ തൈകളും അതുപോലെ 2 പാവലിൻ്റെ തൈകളും ഞാൻ ഇവിടുന്ന് എടുത്തുകൊണ്ടാണ് പോകുന്നത്. കയറിയപ്പോൾ പിന്നെ എങ്ങനെയാണ് മേടിക്കാതെ പോകുന്നത്. നമ്മൾ ഈ പച്ചക്കറിയോടും തൈകളോടും ചെടികളോടും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അവിടുന്ന് അത് എടുത്തു കൊണ്ടുവന്ന് ഇതിൻ്റെ പേയ്മെൻ്റൊക്കെ നടത്തുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ കണ്ട ഇലച്ചെടികളൊക്കെ ഇരിക്കുന്നുണ്ടോ. അതുപോലെ നല്ല ആന്തൂറിയും വെറൈറ്റിയൊക്കെ ഉണ്ട്. നല്ല വിലയും ആയിരിക്കും. ഞാൻ ഇപ്രാവശ്യം വിലയൊന്നും ചോദിച്ചില്ല. ഇനി എനിക്കൊരു 3-4 ആന്തൂറിയത്തിൻ്റെ തൈകളെക്കിടെ വാങ്ങിച്ച് വളർത്തണം എന്നിപ്പോൾ ഉണ്ട്. പിന്നെ റോസൊക്കെ ഉണ്ട്. അതാ പണ്ട് വരുന്ന ബാംഗ്ലൂർ റോസൊക്കെ ഇപ്പോഴും 30 രൂപ മാത്രമേ തൈകൾക്ക് ഇവിടെയുള്ളൂ. പിന്നെ ഇത് കണ്ടോ മൊസാണ്ട കണ്ടോ, പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരിനം മൊസാണ്ടയാണ്. പിന്നെ ഇത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിന് ആ ഫ്ലെയിം റെഡ് എന്ന് പറയുന്ന ഒരു ബൊഗൻവില്ല ഇരിക്കുന്നത്. ഞാൻ വില ചോദിച്ചപ്പോൾ എത്രയാണെന്നറിയോ, 1500 രൂപയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. അപ്പോൾ തിരിച്ച് ബില്ലിങ്ങിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ചെടികളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുമായിരുന്നു. പല പല വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടി കാണിച്ച് അതിന് തൈക്ക് എത്ര വിലയെന്ന് ചോദിച്ചപ്പോൾ 150 എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം വാങ്ങിക്കുന്നില്ല, ഇനി അടുത്ത പ്രാവശ്യമേ ഉള്ളൂ എന്ന് മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെ എല്ലായിടത്തേക്കും നമ്മുടെ കണ്ണിങ്ങനെ പോകുവാണ്. ഈ ചെടികളെയൊക്കെ ഒന്ന് മേടിച്ചില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോകാം എന്നോർത്ത് ഇതിലെ എല്ലാം കയറി നടക്കും കേട്ടോ. എല്ലാ ആൾക്കാരും കേട്ടോ നല്ലോണം ചെടികൾ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ദേ നല്ല അടീനിയൻ തൈകളൊക്കെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഇന്ദ്രിയത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഒന്ന് അങ്ങോട്ട് പോയേച്ചു, പിന്നെ ഒന്ന് ഇങ്ങോട്ടും കൂടെ. നമ്മളപ്പം ചൈതന്യ കയറിയിട്ടേ നമ്മൾ തിരിച്ചിറങ്ങിയിരിക്കുവാണേ.
നമുക്കൊരു കുറച്ച് ചെടിയും കൂടെ മേടിച്ചിട്ട് കയറാം. ഇപ്പോൾ ഈ മഴക്കാലമല്ലേ, നമ്മൾ ഈ മഴക്കാലം പോലത്തെ സമയത്ത് നമ്മൾ എന്ത് ചെടി വെച്ചാലും ചോട് പിടിച്ച് കിട്ടാൻ സാധ്യത ഉള്ളതൊക്കെ ചോട് പിടിച്ച് കിട്ടും. അപ്പം ഞാൻ സാധാരണ ചെടി മേടിക്കുന്നൊരു നേഴ്സറിയിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. വലിയ നേഴ്സറി ഒന്നുമല്ല, പക്ഷേ ഒരു അത്യാവശ്യം നമ്മളെപ്പോലൊക്കെ ഉള്ളവർക്ക് ഉള്ള ചെടികളൊക്കെ കിട്ടും. നമ്മളിപ്പം തിരുവാറ്റ വഴി മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എത്ര വർഷമായിട്ട് കാർ ഓടിക്കുന്നുണ്ടമ്മ? ഞാനിപ്പോൾ 20 വർഷമെങ്കിലും ആയി. 20 വർഷമായിട്ട് കാർ ഓടിക്കും? ശിവദത്ത് ചെറുതായിരുന്നപ്പോൾ പഠിച്ചതാണ് ഞാൻ. എന്ത് ചെടി മേടിക്കാനാ പോകുന്നത്? എന്തെങ്കിലുമൊക്കെ ഒരു ഇച്ചിരി ചെറുത്. നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നവരായ കാരണം എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പോയത് മേടിക്കാനോ അങ്ങനെയൊക്കെ ആയിരിക്കും. ചെറിയ 1-2 ചെടി മേടിക്കണം. എനിക്കൊരു മെലസ്ട്രോമ അങ്ങനെ കണ്ട ആ ഒരു ചെടി മേടിക്കണം എന്നുണ്ട്. പിന്നെ ഒരു സ്ഥലം കിടപ്പുണ്ട് ഒരു ഇലച്ചെടി വെക്കാൻ. അങ്ങനെ പിന്നെ ആന്തൂറിയം ഒന്ന് നോക്കാം അല്ലേ? അതെ. ഇപ്പോൾ പല ആൾക്കാരും നമ്മളോട് ആന്തൂറിയം ചോദിക്കാറുണ്ട്. നമ്മുടെ നേഴ്സറി വരാറായി കേട്ടോ. ഇതാണ് ഈ വലതുവശത്ത് കാണുന്നതാണ് നമ്മുടെ നേഴ്സറി. അപ്പോൾ നമുക്കത് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ട് വരാം. ഇതാണ് നമ്മുടെ നേഴ്സറി. ഇപ്പോൾ ഞാൻ ഇവിടോട്ട് വണ്ടി ഒന്ന് ഒതുക്കി നിർത്താം. എന്നാ കുഴപ്പമില്ല. നമ്മളന്ന് എടുത്തു വെച്ചത് ഏതൊക്കെയാ? ഒന്ന് എനിക്കൊരു മെലസ്ട്രോമ എടുത്തായിരുന്നോ? ഇതാ നമ്മുടെ ഓണർ, മെയിൻ ഓണർ എവിടെ നിൽപ്പുണ്ട് കേട്ടോ. മെയിൻ ഓണർ ബാ നമുക്ക് വീഡിയോ എടുക്കാം. നന്ദിയാർവട്ടം പറഞ്ഞത് ഇത് ഞാൻ അന്ന് പറഞ്ഞ നന്ദിയാർവട്ടം എനിക്ക് ഒരെണ്ണം വെച്ചോണേ. പിന്നെ നമുക്കത് അത്യാവശ്യം ഞാനിവിടെ ഒരു ഇലച്ചെടി നോക്കി വെച്ചായിരുന്നല്ലോ. അത് തന്നെ, അതൊരെണ്ണം. പിന്നെ ഇവിടെ ആന്തൂറി ഉണ്ടോ ചേ? എന്നാ വിലയോ? ഇല്ലേ? പിന്നെ ഇതും. പിന്നെ മോനെ ഒന്ന് കാണിച്ചാടാ. ഇപ്പം എത്രയിലാണ് പഠിക്കുന്നത്? 4 മോളോ? 3 എൻ്റെ കൊച്ചെ അന്ന് ഞാൻ കൊണ്ടുപോയ ഈ റോസില്ലേ, ഇത് തന്നെയായിരുന്നോ? അറിയത്തില്ലല്ലോ. അരിക്ക് വെള്ളം വരുന്നേ. പോയായിരുന്നു. അത് പിന്നെയും പോയി എൻ്റെ കുഞ്ഞത്. ഇനി വരുമ്പോൾ എനിക്ക് ഒരെണ്ണം എടുത്തു വെച്ചോണേ. എൻ്റെ എന്നൊക്കെ വെച്ചാൽ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് മെലസ്ട്രോമ, ഒരു നന്ദിയാർവട്ടം. അത് സാരമില്ല, ഒരെണ്ണം ഇങ്ങനെ തന്നേരെ. വെച്ചാൽ വലിയ കുഴപ്പമില്ലാതെ കിളുക്കുന്ന ഒരു. അത് വാടിപ്പോയില്ലേ? അതോ അത് നല്ലതായിരിക്കുമല്ലോ. അത് നിറച്ച് മുട്ടുണ്ടല്ലോ, അത് മതി, അത് വെച്ചോ. അപ്പോൾ ഇത് രണ്ടും. പിന്നെ അതാ നന്ദിയാർവട്ടവും. ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ ഒരു കാര്യമാണ്, മറ്റേ ചെത്തി പിന്നെ അതിൻ്റെ പേര് അവിടെ തന്നേരെ. ഭദ്രകാളി ചെത്തി. ഏതിൻ്റെ? ഇത് നന്ദിയാർവട്ടമാ. വലിയ ഉള്ള സാധനം. അന്ന് ഞാൻ എടുത്തു വെച്ചത് ഏതാ വെച്ചേ? അത് തന്നേരം. ഇത് മതി എനിക്ക്. അതെ, ഇത് കുഴപ്പമില്ല, വെള്ളം ഒഴിക്കുമ്പോൾ ശരിയായിക്കോളും. അതെ. പേരെന്നാ? റീത്ത. മോൻ്റെ എവിടെ പോന്നെ ഒരുങ്ങി നിൽക്കുന്നു? പട കൂടെ ഹോട്ടലിൽ പോകണോ? അമ്മയെ കൊണ്ടുപോകുന്നുണ്ടോ? നമുക്കിവിടെ കാണാൻ ചേട്ടനുണ്ടല്ലോ അല്ലേ? അപ്പോൾ അത്രയും സാധനം തന്നേരം മോളെ. വിലയും കൂടെ പറഞ്ഞേരെ. പുതിയ ആള് വന്നോ ഇവിടെ? ആണോ? ഓ ശരി. എന്നാ ചേച്ചി അതിനകത്തുള്ളത്? പൊട്ടി മിക്സറിനകത്താ എല്ലുപൊടി, ചാണാപ്പൊടി, ചകിരിച്ചോറ്, മണ്ണ്, മണൽ, പിന്നെ മണ്ണിര കമ്പോസ്റ്റ്, കപ്പലണ്ടി. 60 രൂപ. 5 കിലോ 60 രൂപ. 10 കിലോ വരുമ്പോൾ 120 രൂപ. നല്ല ചിലവുള്ള ഐറ്റമാണ്. വേറെ എന്നൊക്കെ ഉണ്ട് ചേച്ചി ഇവിടെ? മണൽ വേണ്ടവർക്ക് മണൽ, ഗാർഡൻ മിക്സർ, കപ്പലണ്ടി പിണ്ണാക്ക്, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, ഇതിൻ്റെ എല്ലാം പാക്കറ്റ് ഉണ്ട്. എങ്ങനെ വിലയൊക്കെ? ചകിരിച്ചോറ്, ചാണാപ്പൊടി, വിലയൊക്കെ? ഓർക്കിഡ് ചിപ്സ് വില ഗാർഡൻ മിക്സർ 60, എല്ലുപൊടി 50, സെറാമിൽ 50, കരി 60. അങ്ങനെ. കരി 1 കിലോ 60 ആണോ? ചാണാപ്പൊടി 5 കിലോ 150. നൈസ് പൊടി ഇത് 1 കിലോ 60 ഉള്ളല്ലേ? കരി
നമുക്ക് ആ പഴച്ചെടിയും കൂടെ കണ്ടിട്ട് വരാം. ഫ്രൂട്ട്സ് ഐറ്റംസാ. അത് ഇന്നലെ കുറെ മറ്റേ എന്നാ ജൂൺ 5 പരിസ്ഥിതി പോയി, കുറെ സാധനങ്ങൾ പോയി. അതെനിക്കുണ്ട്, ഒരുമാതിരിപ്പെട്ടതെല്ലാം ഉണ്ട്. നമുക്ക് പിന്നെ കാണാം. ഇതെന്നാ വെച്ചേ മറ്റേ എന്നാ എന്നോട് അന്ന് പറഞ്ഞിരുന്നല്ലേ കോശേരി മാവ് കണ്ടോടാ? മുഴുത്ത മാങ്ങയാ. എന്നാലും ഒരെണ്ണത്തിന് കണ്ടോ? 6 മാസം വേണം പഴുക്കണമെങ്കിൽ. അത് ഓൾ സീസൺ പ്ലാവ്. പിന്നെ ഇയർലി ആയിരിക്കും അല്ലേ? അത് നമ്മള് മണ്ണി സീസൺ, തായ്ലാൻഡ് ഓൾ സീസൺ എന്ന് പറയുന്ന പ്ലാവ് ഉണ്ടോ? വിയറ്റ്നാം ഇയർലി അല്ല. അല്ലല്ലേ? അതിന്റെ തൈ ഉണ്ടോ? അതിന്റെ തൈ തീർന്നിരിക്കും. ആണോ? അതിനെന്നാ വിലയാ? അതിന് വലിയ വിലയില്ല. അതെനിക്കില്ല, ഇടയില്ലിനി ആണല്ലേ? പക്ഷെ എന്നാ കല്ലാകാലം ഉണ്ടാവുമല്ലോ. ഇത് ഇവിടുത്തെ പപ്പ മേടിച്ചു വെച്ച മാവാണോ? അല്ല, മേടിച്ചു വെച്ച മാവാ. റീഗൻ ഉണ്ടായ സമയത്ത് മേടിച്ചു വെച്ച മാവാ. തൊടുപുഴന്ന് മേടിച്ചോണ്ട് വന്നാ. അവിടെ അതിന്റെ ശരി സ്ഥലം. പക്ഷെ ഇത് നിലത്ത് വെച്ച് പിടിപ്പിച്ചല്ലേ? നിലത്ത് വെച്ചോണ്ടാ വെച്ച ഇത്രയും നന്നായി. പക്ഷെ ഇത്രയും വലുതായും ഇല്ലല്ലോ. നമ്മൾ അച്ചാറ് ഒത്തിരി എണ്ണം ഉണ്ടായി. ഒരുപാട് കഴിച്ചായിരുന്നു. ഇവിടെ വന്നവരെല്ലാരും പറിച്ചോണ്ട് പോയി. അയ്യോ, ഇവിടെ വന്ന കസ്റ്റമേഴ്സ് എല്ലാരും പറിച്ചോണ്ട് പോയായിരുന്നു. എനിക്കൊരു പഴുക്കുമ്പോ ഒരു ശകലം തരണം കേട്ടോ. പഴുക്കാൻ പാടാന്ന്. 6 മാസം വേണം പഴുക്കണമെങ്കിൽ. ഇതേ കിടന്ന് പഴുക്കോ? കിടന്നേ പഴുക്കുള്ളൂ. 6 മാസം നമ്മൾ വെയിറ്റ് ചെയ്ത് മടുക്കും. ഈ മണ്ടരി ബാധിച്ച തേങ്ങ പോലെ ഇരിക്കും, കറുത്ത് ഇങ്ങനെ. ഇപ്പൊ തന്നെ കറുപ്പ് തുടങ്ങിയിട്ടുണ്ട്. റൂബനാണ് ഇതിന്റെ മെയിൻ ആള്. പാവമൊന്നുമല്ല, മെയിൻ ആളാ. തുടങ്ങിയിട്ട് ഇപ്പൊ 3 വർഷം നേഴ്സറി ആയിട്ട്. അതിന് മുമ്പേ കണ്ടില്ലേ ഇതൊക്കെ? അന്നേ ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നോണ്ടല്ലേ മേടിച്ചു വെക്കാൻ പറ്റിയ. താല്പര്യമുള്ള ആൾക്കാരാ. അതെ, പുറകെ റംബൂട്ടാനൊക്കെ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. കാഴ്ചയുണ്ട് ഇപ്രാവശ്യം. ഇത് ഒരെണ്ണം പഴുപ്പിച്ചിട്ട് എനിക്ക് ഇച്ചിരി തരണം കേട്ടോ. വേണമെങ്കിൽ കൊണ്ടൊക്കോ, ഇപ്പഴേ കൊണ്ടൊക്കോ. പഴുക്കുന്ന കാര്യത്തിൽ ഇത് 6 മാസം വേണമെന്നേ പഴുക്കണമെങ്കിൽ. നമ്മൾ മടുക്കും. ഒരു കൂടിട്ട് കെട്ടി അവിടെ ഇട്ടാറ്. വെയിറ്റ് ചെയ്തേ. പിന്നെ പോകുകയും ചെയ്യും അല്ലേ? പഴുത്ത് കിട്ടി. പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ. ഒരു 1 കിലോ ഒന്നും അല്ലതല്ലേ? അല്ല, അതിൽ കൂടുതൽ കാണും. അയ്യോ, ഞാനേ കൊശേരി മാവെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ കണ്ടത് ഇപ്പഴാ. അനുവിനോട് നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ ഉണ്ട്. ഇതിന്റെ തൈ ഉണ്ടോ ഇവിടെ? ഉണ്ട്. ഇത് ഫ്ലഷ് നന്നായിട്ട് അത്തന്നെ വിട്ട് നമ്മളെ മുറ്റത്ത് നിൽക്കുന്നത് ചുമലയല്ലേ? പോലും ഇല്ല എനിക്ക്. അത് വേണോ? എനിക്ക് ഒരെണ്ണം ഒന്ന് വെച്ച് പിടിപ്പിക്കണം എന്നുണ്ട്. ഈ നാടൻ മതിയോ? അത് വേണേ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഒരെണ്ണം മതി, ഒരു ചൂട്. അതാ ഈ വേറെ രസം തന്നാ മതി. ഏതായാലും ഇന്ന് കാരണല്ലേ? അപ്പൊ കൊണ്ടോട്ടെ. ഈ അടീനിയം കണ്ടോ? ഈ അടീനിയം നല്ല ഭംഗിയില്ലേ? കൃഷി താല്പര്യമുള്ള ഒരു ഫാമിലി ആയിരുന്നു ഇതല്ലേ? അതുകൊണ്ടാ ഇങ്ങനെ വന്ന് ഇത് കളഞ്ഞ എണ്ണ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. വെള്ളം ഒഴിക്കാനാണോ? മഴ പെയ്തില്ലല്ലോ. ഇതിന്റെ തൈ ഉണ്ടോ ഇപ്പം? ഇതിന്റെ തൈ ഇത് പിന്നെ ഞാൻ അവിടുന്ന് എടുത്തോണ്ട് വന്നാണ്. പക്ഷെ ഇല ആവുന്നത് അതായിരിക്കും അല്ലേ? അതിന്റെ ആ തൈ ഊരി തന്നാ മതി എനിക്ക്. കോട്ടൂർക്കോണം എനിക്കുണ്ട്, കുളമ്പുണ്ട്, ബ്ലാക്ക് റോസ്. എനിക്കിപ്പോ കൊശേരി ഇല്ലെന്നോ പണ്ട് വെച്ചത്, അത് പോയി. കൊശേരി ഞാനൊരെണ്ണം വലിയ ഇതിനകത്ത് കവറിൽ കൊണ്ടുവന്ന് തന്നില്ലേ പണ്ട്? തന്നായിരുന്നു. കോശേരി വേണമെന്ന് പറഞ്ഞു. 1 കിലോ ആകും, ഭയങ്കര സൈസാന്നൊക്കെ പറഞ്ഞു. ബനാന വാങ്ങിക്കോയും തന്നു. ബനാന ഉണ്ട് എനിക്ക്. രണ്ടും ഞാനാ തന്നത്. പക്ഷെ കൊശേരി ഇപ്പം ഉള്ള പോലെ തോന്നുന്നില്ല. പിന്നെ പേര കന്യാസി വെച്ചിട്ടുണ്ട്. എന്നാ പേരാണെന്നറിയോ? അത് NE7. അതാണ് എന്റെ പ്രത്യേകത. ചെറുപ്പത്തിൽ കായ്ക്കുന്നത് അവിടെ കായ്ച്ച് കുഞ്ഞു കവറിനകത്ത് കായ്ച്ച് നിൽപ്പുണ്ട്. പേര, പച്ച പേര. ഇത് പിന്നെ മറ്റേ മാങ്കോസ്റ്റിൻ. ഇത് ബെൽച്ചാമ്പ. ഈ കൊല്ലം 3 കൊല ഉണ്ടായി കേട്ടോ. നല്ല മുഴുത്ത ആപ്പിള് പോലെ തന്നെ ഇരിക്കുന്ന ബെൽച്ചാമ്പ. നല്ല ശരിക്കും ഒരു ആപ്പിള് കഴിക്കുന്ന ഫീലിങ്സാ. ആപ്പിള് കഴിക്കുന്ന ഫീലിങ്സാ ഇത്. അത് പാത്രത്തിനകത്ത് പണ്ടേ വെച്ച് പിടിപ്പിച്ചോ? അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ നഴ്സറി തുടങ്ങിയ പിന്നെ വെച്ചതാണോ ഇത്? തുടങ്ങിയ പിന്നെ വെച്ചതാ. പിന്നെ അപ്പുറത്ത് മറ്റേ ഇതിനകത്ത് ഡ്രമ്മിനകത്തുണ്ട്. ഈ പാത്രത്തിലാണോ വെച്ചാ വെച്ചേ? ഇതടുത്ത പോലെ ഉറപ്പായിട്ട് കായ്ക്കും. കായ്ക്കാറായി.
ആ തണ്ടിന് കനം വരുമ്പോ അല്ലേ? ആ പിന്നെ ഇത് റംബൂട്ടാനെ ഇരിക്കുന്നത് അതിനകത്ത്. അതും ഈ കൊല്ലം പൂ ഇട്ടു, പക്ഷെ കാ പിടിച്ചില്ല. അപ്പോൾ ഓ പൈസ കൊടുത്തില്ല. ഇത് ഇതിനകത്ത് വെച്ചുണ്ടായല്ലേ? അത് ഇതിനകത്ത് വെച്ച് നിറച്ച് കഴിച്ചു. ഒത്തിരി കഴിക്കുന്ന ഒത്തിരി. അതിന് സീസണൊന്നുമില്ല. വാങ്ങിച്ചിട്ട് തിരിച്ചിറങ്ങുവാണേ. ഇത് നമുക്കൊരു കുടുംബം പോലെയല്ലേ നിങ്ങൾക്ക് തോന്നിക്കുന്നത്. ഇവരുടെ സർവീസ് ഭയങ്കര നല്ലതാണ് കേട്ടോ. അവരുടെ സ്നേഹമാണ് നമ്മളെ വീണ്ടും വീണ്ടും ഇവിടേക്ക് പർച്ചേസിന് കൊണ്ടുവരുന്നത്.